എന്ത് പറയണ്? സ്ക്രിപ്റ്റ് വർക്ക് റെഡി. അശ്വനില്ലല്ലേ സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഹലോ, നമസ്കാരം. പോഡ്കാസ്റ്റ് ആൻഡ് വേർഡ്സ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം എന്ന് പറയും, നീ വോട്ട് എന്ന് പറയും. എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം നമ്മുടെ 2020 തീർന്നിരിക്കുകയാണ്. സോ ഇനി വരാൻ പോകുന്നത് ഓഡിയാണ്. നാളെ ഫസ്റ്റ് ഓഡിയോ നടക്കുകയാണ്. എവിടെ വെച്ചാൽ നടക്കുന്നത്? എവിടെ? വിദർഭയിൽ. വിദർഭയിൽ വെച്ചാൽ മറന്നു ഏതോ ചോദിച്ചത്, നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ നാളെ 1:30 കളി. സോ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ചെറിയൊരു അവലോകനം, ചെറിയൊരു താത്വിക അവലോകനം അത്ര വേണ്ട, അത് ടാറ്റിക്കൽ അനാലിസിസ് ആണ്. താത്വിക അവലോകനം ചെറിയൊരു അനാലിസിസ് പോലെ ഉദ്ദേശിച്ചത് നടന്നപ്പോൾ കൃത്യമായി. അപ്പോൾ ഓഡിയോ സീരീസ്, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 1 വർഷത്തിന് ശേഷമാണ് ഓഡിയോ കളിക്കാൻ പോകുന്നത്. ഏകദേശം അവസാനം കളിച്ച ശ്രീലങ്കയ്ക്കെതിരെയാണ്. ഓർക്കുന്നുണ്ടോ കളി? അതെ, ഇന്ത്യ 3 മാച്ചിൻ്റെ സീരീസിൽ 2-0 തോറ്റത്. ഫസ്റ്റ് കളി ടൈ ആയി, നമുക്ക് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പറയുന്നില്ല എന്നേ ഉള്ളൂ. രണ്ടാമത്തെ മൂന്നാമത്തെ കളി ഇന്ത്യ വളരെ ദയനീയമായി തോറ്റു. അതിൽ എടുത്തു പറയാനായിട്ട് ആകെ ഒരാൾ മാത്രമേ പെർഫോം ചെയ്തിട്ടുള്ളൂ. അയാളുടെ കാര്യം എല്ലാവരും മറന്നുപോയതാണ് സത്യം പറഞ്ഞാൽ. ആ സീരീസിൽ ഇന്ത്യയുടെ സോൾ പെർഫോമർ റോഹിത് ആയിരുന്നു. ഏകദേശം 3 മാച്ചിൽ 150 അടുപ്പിച്ച് റൺസ് ഉണ്ട്. വേറെ ആരും നേരെ 100 പോലും എടുത്തിട്ടില്ല. അത്രയും അഗ്രസീവായിട്ട് കളിച്ചതുകൊണ്ടായിരിക്കാം. പക്ഷെ അഗ്രസീവായിട്ട് കളിച്ചിട്ട് പിടിച്ചു തന്ന റോഹിത് മാത്രമാണ്. അങ്ങനെ ആ സീരീസ് 2-0 പോയി. ഇപ്പം എന്താ ഇന്ത്യ വീണ്ടും വൺ ഡേ സീരീസിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ്, വാമ മാച്ച്. ഒരു വാമ മാച്ച് അങ്ങനെ കാണരുത് എന്നാണ് ശുഭ്മൻ ഗിൽ പറഞ്ഞത്. ഗില്ലല്ലേ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ടീമിലോട്ട് നോക്കുകയാണെങ്കിൽ ടീമിൽ നമുക്ക് ആദ്യം തന്നെ ഒരു വലിയൊരു കംബാക്കിനാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ രോഹിത് ആണെങ്കിലും വിരാട് കോഹ്ലി ആണെങ്കിലും എല്ലാവരുടെയും കംബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവരാരും ഇപ്പോൾ നിലവിൽ ഫോമിലല്ല. അപ്പോൾ അവരുടെ ഫോം വീണ്ടെടുത്താലേ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബുംറയുടെ കാര്യം ചെറിയ സംശയത്തിലാണ്. ബുംറ സംശയം മാത്രം ആയിരിക്കുന്ന മതിയായിരുന്നു. കൺഫേമായ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മെയിൻ ബോളർ തന്നെ ഇന്ത്യക്ക് നഷ്ടമാകുന്നത്. ആ നല്ലൊരു കളിക്കുന്ന ബോളറാണ്. ഇപ്പോൾ പുള്ളിക്കാരനും കളിച്ചില്ലെങ്കിൽ പാടായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഓഡിയോട്ട് വരികയാണെങ്കിൽ തന്നെ ഇംഗ്ലണ്ടിൽ നോക്കുകയാണെങ്കിൽ റൂട്ട് വളരെ കാലത്തിന് ശേഷം വീണ്ടും ഓഡിയോയിലോട്ട് തിരിച്ചു വരികയാണ്. റൂട്ട് തിരിച്ചു വരുന്നുണ്ട്. മാർക്ക് വുഡ് ഇഞ്ചുറിക്ക് ശേഷം വരുന്നുണ്ട്. പിന്നെ ബെൻ സ്റ്റോക്സ് ഇല്ല, പരിക്ക് പറ്റിയിരിക്കുകയാണ്. പുള്ളിക്കാരന് SA-20 കളിക്കണമെന്നുണ്ടായിരുന്നു, അതിലും പരിക്ക് പറ്റി പുറത്തായി. അതിപ്പോൾ എന്തായാലും പുള്ളിക്കാർ അതിലും കളിക്കില്ല. സോ നമുക്ക് പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ തന്നെ ഇംഗ്ലണ്ട്, നമ്മുടെ ഇന്ത്യ കൂടുതൽ സ്പിന്നേഴ്സിനെ വെച്ചിരിക്കും വീണ്ടും ഈ കളി നോക്കുന്നത്. കാരണം 2020 സ്പിന്നേഴ്സിനെ ഭയങ്കരമായിട്ട് കളിച്ചില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. സോ ഇന്ത്യ ചിലപ്പോൾ സ്പിന്നേഴ്സിനെ മുൻതൂക്കം വെച്ചിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടായിരിക്കും വരുൺ ചക്രവർത്തി എടുത്തത്. വരുൺ ചക്രവർത്തി ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബുംറ ഇല്ല, ബുംറ തേർഡിലാണ്. രണ്ടാമത്തെ ഇല്ല, തേർഡിലാണ് ഉള്ളത്. നമ്മുടെ പേരെന്ത്, വരുൺ ചക്രവർത്തിക്ക് 3 ടെസ്റ്റിലേക്കും കൂടിയാണ് വരുൺ ചക്രവർത്തി വന്നു. 3 വൺഡേയിലോട്ട്. അതെ, ടെസ്റ്റ് പറഞ്ഞു ചീരയിൽ പോയത്. ഇപ്പോൾ 3 വൺഡേയിലോട്ട് വരുൺ ചക്രവർത്തി ഉണ്ട്. സോ ചെറിയൊരു ഇതുണ്ട് ബുംറയുടെ കാര്യത്തിൽ. എന്താവും എന്നുള്ളത് വരുന്ന ദിവസം റിപ്പോർട്ട് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് വരാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സ്ക്വാഡിനെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ഉണ്ട്, വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭ്മൻ ഗില്ല്, വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭ്മൻ ഗില്ലുണ്ട്. പിന്നെ കംബാക്ക് നടത്താൻ വേണ്ടി കോഹ്ലി വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഫോമിലായിട്ടുള്ളത് എന്ന് പറയാനായിട്ട് അയ്യറുണ്ട്. വൺഡേയിൽ KL രാഹുലുണ്ട്. പന്തിനെ ജസ്റ്റ് ബാക്കപ്പ് കീപ്പറായിട്ടായിരിക്കും വച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ മെയിനായിട്ട് ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടേഴ്സിൽ വരും. പിന്നെ ജഡേജ ഫോമിലാണ്. ജഡേജയെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല, ആ ഫോം കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ വാഷിങ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ. പിന്നെ നമ്മുടെ വൺഡേയിലോട്ട് തിരിച്ച് മുഹമ്മദ് ഷമി വരെയാണ് എല്ലാവരും വേൾഡ് കപ്പിന് ശേഷം. അതൊരു കംബാക്ക് ആയിട്ട് മാറട്ടെ. പിന്നെ നമ്മുടെ ഫസ്റ്റ് മെയ്ഡൻ കോളപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ 2 പേർക്ക്, യശസ്വി ജയ്സ്വാൾ ആൻഡ് അർഷദീപ് സിംഗ്. പിന്നെ അത് ഓൾറെഡി പറഞ്ഞല്ലോ വരുൺ ചക്രവർത്തിക്ക്. പിന്നെ മെയിനായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് കുൽദീപും, ബുംറയ്ക്ക്
പകരമായിട്ട് ഹർഷത് റാനയാണ് സ്ക്വാഡിലുള്ളത്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ക്വാഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ജോസ് ബട്ട്ലർ ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പറുമാണ്. പിന്നെ ഫിൽ സാൾട്ടാണ് രണ്ടാമത്തെ കീപ്പർ. പിന്നെ റൂട്ട് കംബാക്ക് നടത്തുവാണ്. ഹാരി ബ്രൂക്കിന് വേണ്ടി മാത്രമായിരിക്കും ചില വരുൺ ചക്രവർത്തി വെച്ച് ടീം ഇട്ടേക്കും. പിന്നെ ബെൻ ഡക്കറ്റ് ഓപ്പണർ. പിന്നെ എല്ലാവരുടെയും ശുഭപ്രതീക്ഷയായ ജേക്കബ് ബെത്തൽസ്. ശുഭപ്രതീക്ഷ 100% വിജയമായിരുന്നു നമ്മുടെ T20. അതുപോലെ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശീർവദിക്കും. പിന്നെ ജെയ്മി സ്മിത്ത് പുതിയ കളിക്കാരൻ പരിക്ക് മാറിയായിരുന്നു. കളിക്കും. കഴിഞ്ഞ T20 കളിച്ചിട്ടായിരുന്നു പരിക്കുമായിരുന്നു. ലാസ്റ്റ് T20 സ്ക്വാഡല്ലേ, നമുക്ക് 11 വേണ്ട, അവരിടുമായിരിക്കും 11 പെട്ടെന്ന്. നമുക്ക് ചുമ്മാ കറക്കൂത്തോറിടാം. മിക്കവാറും വീഡിയോ ഇറങ്ങി വീഴുമ്പോൾ വരും. നമ്മൾ ഉച്ചയ്ക്ക് ഇടുന്നത്, ഇന്ന് രാത്രി നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. അതിന് എന്തായാലും ഇംഗ്ലണ്ട് സ്ക്വാഡ് പ്രഖ്യാപിക്കും. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ലിവിങ്സ്റ്റൺ ഉണ്ട്, ജെയ്മി ഓവർട്ടൺ ഉണ്ട്, ജോഫ്ര ആർച്ചർ, റാഷിദ്, റഷീദ്, സക്കീബ് മഹമ്മൂദ്, അറ്റ്കിൻസൺ, കാഴ്സ്, മാർക്ക് വുഡ്. ഇതാണ്. കാഴ്സിനെയാണ് എനിക്ക് കുറച്ച് പ്രതീക്ഷയുള്ളത്. എന്തിന്? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഓൾറൗണ്ടർ, നല്ല പേസ്, സ്റ്റോക്സിന് പകരം ഏകദേശം അടുത്തൊക്കെ നിൽക്കുന്ന കളിക്കാരൻ തന്നെ. പക്ഷെ പുള്ളിക്കാരൻ എക്സ്പീരിയൻസ് ആകുമ്പോൾ ബെൻ സ്റ്റോക്സിനെക്കാളും വളരെ മികച്ച ഒരു ഓൾറൗണ്ടർ ആവും. എന്തായാലും ഇതാണ് ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡ്. ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതിൽ തന്നെ നമുക്ക് പ്ലെയർ ടു വാച്ച് എന്ന് പറയാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് രോഹിത്തും കോഹ്ലി മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. പിന്നെ ഷമിയുടെ തിരിച്ചുവരവ്, പിന്നെ പുതിയതായി പിന്നെ പറയണേ KL രാഹുൽ. എല്ലാവരും കമ്പാക്ക് ആണ്. ഗില്ലിന്റെ കമ്പാക്ക് വേണം, KL രാഹുലിന്റെ കമ്പാക്ക് വേണം. ഇവിടെ കപ്പടിച്ചവർ വീണ്ടും ഒരു കപ്പടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പായിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരു പ്രതീക്ഷ കാണും. അതെ, അപ്പൊ കമ്പാക്ക് ആയിട്ട് നമുക്ക് രോഹിത്ത്, കോഹ്ലി, ഷമി അവരുടെ കമ്പാക്ക് വേണം. പിന്നെ പുതുതായിട്ട് വരുൺ വരുന്നുണ്ട്, യശസ്വി വരുന്നുണ്ട്. യശസ്വി കളിപ്പിച്ചാൽ മതിയായിരുന്നു. ഗില്ല് വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി അടുത്ത് ഇംഗ്ലണ്ട് നോക്കുകയാണെങ്കിൽ റൂട്ട്, മാർക്ക് വുഡ്, ജോസ് ബട്ട്ലർ അവരുടെയൊക്കെ കമ്പാക്ക് ആണ്. അപ്പൊ നമുക്ക് ഈ ടീമിന്റെ റീസെന്റ് ഫോം നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഇംഗ്ലണ്ട് T20 ലേറ്റസ്റ്റ് വെച്ചാൽ 4-1 ഇന്ത്യ ജയിച്ചു. പിന്നെ അവസാനം 2 ടീമും കളിച്ച ODI നോക്കുകയാണെങ്കിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെയാണ് കളിച്ചത്. അത് 2024 ഫെബ്രുവരി 4 ആ ടൈമില്. പക്ഷെ ഇംഗ്ലണ്ട് കുറച്ച് റീസെന്റ് കളിച്ചത് നവംബറിലെങ്ങാണ്ടാണ് അവസാനമായിട്ട് കളിച്ചത്. രണ്ടുപേരും 2 സീരീസ് തോറ്റിട്ടാണ് വന്നത്. പക്ഷെ ഇംഗ്ലണ്ട് കളി ജയിച്ചു. 2-1 വെസ്റ്റ് ഇൻഡീസിനോട് ജയിച്ചു. അന്ന് ലിവിങ്സ്റ്റൺ ആണെന്ന് സെഞ്ചുറി അടിച്ചു, 138 റൺസ്. നല്ല കളിയായിരുന്നു. അപ്പൊ അതുപോലെ കളിക്കാതിരുന്നാൽ മതി ലിവിങ്സ്റ്റൺ. ഇനി ഹെഡ് നോക്കാം. 8 നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ ഇംഗ്ലണ്ടും കൂടി 107 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഞെട്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഒരിക്കൽ ഞെട്ടിയതാ. അത് കട്ട് ചെയ്താണെന്ന് കണ്ടില്ല എന്ന് മാത്രം. ഇന്ത്യ അതിൽ 107 ഇന്ത്യ 58 മാച്ച് ജയിച്ചിട്ടുണ്ട്. വളരെ 50% കൂടുതൽ ഉണ്ട്. 3 മാച്ചസ് നോ റിസൾട്ട്, 2 മാച്ച് ടൈ ആയിട്ടുണ്ട്. അതിൽ 2011 വേൾഡ് കപ്പ്. ബാക്കി നിങ്ങൾ കമന്റ് നിങ്ങളുടെ തെളിയിച്ചിട്ടുണ്ട്. 44 കളിയാണ് ഇംഗ്ലണ്ട് ജയിച്ചിട്ടുള്ളത്. സോ നമുക്ക് മോസ്റ്റ് റീസെന്റ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വെച്ച് ജയിച്ച സീരീസ് അത് 4-1 മോസ്റ്റ് റീസെന്റ് ജയിച്ചത്. ഏകദേശം 1984-85 മോസ്റ്റ് റീസെന്റ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വെച്ച് ODI ജയിച്ചിട്ടുള്ളത് 4-1. ജയിച്ചപ്പോൾ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഡേവിഡ് കോവർ ആയിരുന്നു. സോ നമ്മുടെ സണ്ണി മാമനായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സോ അന്ന് ഇന്ത്യക്ക് ഇംഗ്ലണ്ട് ഫാസ്റ്റിനെ പ്രതിരോധിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രശ്നം. ഇന്ന് നേരെ തിരിഞ്ഞ് ഇന്ത്യയുടെ സ്പിൻ ഇവർക്ക് അടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഇന്ത്യയെ വെച്ചിട്ട്. അതാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രശ്നം. ഇതാണ് അവരുടെ ഏക ഇന്ത്യൻ സോയിലുള്ള വിക്ടറി. അത് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം വന്നത് 2022 സീരീസ് വന്ന് സമനിലയായി. ഇതിന് തൊട്ടടുത്ത സീരീസ് വന്നത് 2-2 സമനിലയായിരുന്നു. പിന്നെ ജയിച്ചിട്ടില്ല അവർ. സമനില പോലും മേടിച്ചിട്ടില്ല എന്നാണ് കണക്കൂട്ടിട്ട്. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ അവസാനത്തെ 5 മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു കളി ജയിച്ചു, ഒരു സമനിലയാണ്. ആ കളി ജയിച്ചത് സൗത്ത് ആഫ്രിക്കയുടെ കൂടെയാണ്. പിന്നെ 3 തോറ്റു. അതെ, എടുത്ത് പറഞ്ഞ കാര്യമില്ല. 2 ശ്രീലങ്കയോട് തോറ്റു, സൗത്ത് ആഫ്രിക്കയോട് തോറ്റു. അതിന് മുമ്പത്തെ കളി സൗത്ത് ആഫ്രിക്ക ജയിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തെ 5 കളി കളി ഇപ്പോൾ വന്നില്ല. ഇംഗ്ലണ്ട് നോക്കുകയാണെങ്കിൽ അവസാനത്തെ 5 കളിയിൽ 3 ജയിച്ചു, 2 ജയിച്ചു, 3 തോറ്റു. ഒരു കളി ജയിച്ചു, ടൈക്ക് പകരം ഒരു കളി ജയിച്ചു. നമ്മൾ അർഷദീപ് മര്യാദ സിംഗിൾ എടുത്തിരുന്ന കളി നമ്മൾ ജയിച്ചു തന്നെ. അപ്പൊ നമുക്കൊരു പോസിബിൾ സ്റ്റാർട്ടിംഗ് 11 നോക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി ഓപ്പണേഴ്സ് ആയിട്ട് രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും ആയിരിക്കും. ഓബ്വിയസ്ലി അടുത്തൊക്കെ വിരാട് കോഹ്ലി ആയിരിക്കും. വീണ്ടും ഓബ്വിയസ്ലി പിന്നെ
പിന്നെ അങ്ങോട്ട് obviously വരത്തില്ല. ഓബിയസ്ലി വരാതെ നോക്ക് ഹർദിക് പാണ്ഡ്യ വരും. സ്പിന്നറും ഹാർദിക് പാണ്ഡ്യ ഈ പന്തിനെ കൂടി കുത്തിക്കയറ്റി അതിന്റെ അകത്ത്. ഇല്ല ഹാർദിക് പാണ്ഡ്യ വേണം. തേർഡ് ഹർദിക് പീസർ പാണ്ഡ്യ ആയിട്ട് വേണം, ഹാർദിക് വേണം. ഹർദിക് പാണ്ഡ്യ ഉണ്ടാവും. പിന്നെ ഒരു പിന്നെ ജഡേജ. അക്ഷർ അല്ലെങ്കിൽ ജഡേജ അല്ലെങ്കിൽ സുന്ദറിന് ചാൻസ് കുറവായിരിക്കും. എനിക്ക് ഒരു രണ്ടുപേരും സാധ്യതയുണ്ട്. രണ്ടുപേരും ഈ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറായിട്ട് ഇന്ത്യ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ജഡേജയും അക്സറിനെയും നമുക്ക് തൽക്കാലം കൂട്ടാം. അവസാനം ഉണ്ടെന്ന കാര്യം വ്യത്യാസം മാറ്റിയാൽ മതിയല്ലോ. പിന്നെ ഫാസ്റ്റ് ബോളേഴ്സ് വരികയാണെങ്കിൽ നമ്മുടെ 3 പേസർമാരും അതില് ഷമി കളിക്കും, ഷമിയും അർഷദീപും കളിക്കാൻ സാധ്യതയുണ്ട്. ചാൻസ് കൂടുതലാണ്. അർഷദീപിന് ഡെബ്യൂ ആണ്, ഇന്നലെ കളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് പേസറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഈ ഇയാളെ കൂടെ പിന്നെ വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ കുൽദീപ് യാദവ്, ഈ രണ്ടിലാളെ കാണുള്ളൂ. ഇപ്പൊ 11 പേര് തോന്നുന്നില്ല. ഇന്ത്യ 3 സ്പിന്നറിനെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അക്ഷറും ജഡേജയും ഇറങ്ങും, എന്നിട്ട് കുൽദീപും കളിക്കും. അതെ. അല്ലെങ്കിൽ വരുൺ ചക്രവർത്തിയും കുൽദീപും ജഡേജയും കളിക്കും. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മളൊരു നിഗമനം. നമുക്ക് ഇംഗ്ലണ്ട് വെറുതെ നോക്കുകയാണെങ്കിൽ സാൾട്ട് ഉണ്ടാക്കിയിട്ട് ഓപ്പണേഴ്സ് ആയിരിക്കും. ബട്ട്ലർ 1 ഡൗൺ, പിന്നെ വരുൺ ചക്രവർത്തിയുടെ വേട്ടാമൃഗം ബ്രൂക്ക്. പിന്നെ ജോ റൂട്ടാണ് പ്രശ്നം. ജോ റൂട്ടിനെ എവിടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതിനകത്ത് ഇവിടെ മിക്ക ബ്രൂക്കിന് പകരം മുമ്പായിട്ട് റൂട്ട് ഇറങ്ങാം. റൂട്ടിനെ ഔട്ടാക്കാൻ പറ്റിയ ആളെ റൂട്ടിനെ ഔട്ടാക്കാൻ പറ്റിയ ആൾ നമ്മുടെ ഇന്ത്യൻ സ്കോഡിലുണ്ട്. ഷമി അല്ലാതെ നേരത്തെ വിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഷമി 10 മിക്കവാറും റൂട്ടിനെ ഇറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരുൺ ചക്രവർത്തിക്ക് ചാൻസ് ഉണ്ട്. വരുൺ ചക്രവർത്തി അല്ല, വേറെ സ്പിന്നറായിട്ടാണെങ്കിൽ എനിക്ക് വരുണിനെ വിശ്വാസമുണ്ട്. കുൽദീപിനെ എനിക്ക് കുഴപ്പമില്ല, പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ട്രംപ് കാർഡായിട്ട് ഹാർദിക് ഒന്നും വിക്കറ്റ് എടുക്കുന്നത്. കാരണം ഹാർദിക് വിന്നാവുന്നൊന്നുമില്ല, ആരാണ് എടുക്കുന്നത്. പിന്നെ വരുന്നത് ലിവിങ്സ്റ്റൺ കഴിഞ്ഞിട്ട് പിന്നെ ചാൻസസ് പേസർ വേണോ സ്പിന്നർ വേണോ എന്നുള്ള ബട്ട്ലറിന്റെ ഇഷ്ടപ്രകാരമായിരിക്കും. മിക്കവാറും മറ്റേ പുള്ളി കാഴ്ചന് എന്തായാലും ആദിൽ റഷീദ്, ജോഫ്ര ആർച്ചർ, മാർക്ക് വുഡ് കൺഫേം ആയിട്ട് കാണും. മിക്കവാറും കാഴ്ചനും ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഓവർട്ടൺ. പിന്നെ താഴോട്ട് വരുമ്പം മഹ്മൂദ് അല്ലെങ്കിൽ അറ്റ്കിൻസൺ, ഇങ്ങനെയായിരിക്കും വരുന്നത്. എന്തായാലും ഈ ഇതിലാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ശരി, എന്നാൽ നോക്കി ഞാൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.